ഗൈസ് വെൽക്കം ടു ദി ഐക്യ ഫർണിച്ചേഴ്സ്. എവിടെ 19,000 റുപ്യ? നിങ്ങളെന്ത് ഈ കാണുന്ന നോക്കിയാ ഇതൊക്കെ? ഈ ഒരു ഇരിക്കാൻ കുശിരുണ്ട്, ഈ ഒരു ചെയറുണ്ട്. ഇതിന് 19,000 റുപ്യ. വില ഭയങ്കര കുറവായി പോയി തോന്നല്ലേ? കുറച്ചും കൂടി കുറയ്ക്കാനല്ലേ? ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോ കയ്യിൽ? ഒരു സാധനത്തിന് 6,000 റുപ്യ, 7,000 റുപ്യ. എന്തൊക്കെ ഈ കൊച്ചു ഹൈദരാബാദിൽ നടക്കുന്നടാ? ഇതിനല്ലേ 7,000 റുപ്യ പോലും. ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഐക്യയിൽ വന്നാൽ എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത. നമ്മളിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ ചുറ്റുപാടുകളിലൊന്നും പൈസ അല്ല. ഇതൊക്കെയാണ് പൈസ നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ പറ്റും. അന്നേരം പഠിക്കാൻ വണ്ടി ഓടിച്ച് കൊണ്ടി വരുന്നവര് ഇപ്പാണ് ഒരു സുഖം കിട്ടി ഉറങ്ങാൻ. കിടന്നാലോ 15,000 റുപ്യ, 15,000 റുപ്യൻ്റെ സോഫയാ? എൻ്റെ മോനെ, 15,000 റുപ്യൻ്റെ സോഫ. ബദിരീങ്ങൾ ഇത് എവിടെയാ വന്നിന്? ദുബൈയിലാ? നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഐക്യ ഫർണിച്ചേഴ്സിൻ്റെ കാർ പാർക്കിങ്ങിലുള്ള അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ സംഭവം എന്താ ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഓർഡർ ചെയ്താലേ ഇവിടെ ഒരു സ്വീഡിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ ഒരു സ്വീഡിഷ് റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇവനൊന്ന് കാണിക്കാൻ കൊണ്ടുപോകാം. പിന്നെ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാൻ. അത് നിങ്ങൾ കുറച്ചായിട്ട് കാണും. മേ ബി ഇത് ടോക്കിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച അടിപൊളി ആയിരിക്കട്ടാ. ഇവിടെ ഫുള്ളും കാസാണ്. നമ്മൾ ജപ്പാനിലൊക്കെ പോയാൽ ഫുൾ സുപ്രീം അത് ഇത് സ്കൈലൈൻ GTR എല്ലാം ഉണ്ടാവും. അവിടെ ഇങ്ങനെ നേരെ നിൽക്കുന്നുണ്ടോ അതേപോലത്തെ ഒരു കാഴ്ച പോലെ ഉണ്ട്. പക്ഷേ ഡ്രിഫ്റ്റ് അടിക്കാനുള്ള പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ. സംഭവം പാർക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോയേക്കാം. ഇതാണ് എൻട്രൻസ്. സോ ഇതുവഴി പോകണം. ബേസിക്കലി ഇതുവഴിയാണ് പോകേണ്ടത്. ഒരു പോര കയറാനുള്ള ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റിൽ സ്പേസ് പോരേൻ്റെ ഉള്ളിൽ 10 ആൾക്ക് കുടുംബം കയറാനുള്ള ലിഫ്റ്റിന് അത്രക്കും സ്ഥലം ഉണ്ടായിരുന്നു. ലിഫ്റ്റിൻ്റെ വ്യൂ കാണിച്ചതേ നോക്കിയാ എത്ര ആൾക്കാർ നോക്കിയാ. എന്ത് വലിയ ലിഫ്റ്റടേ. മൊത്തം ഈ കാണുന്ന ലിഫ്റ്റ് ഉണ്ടാ എല്ലാം ഏകദേശം ഇത്രയും നല്ല കുടുംബം മൊത്തം കയറാനുള്ള ലിഫ്റ്റിന്റെ സ്പേസ് ഉണ്ട്. അത്രക്കും ഉണ്ട് കേട്ടോ. നാട്ടിലെവിടെയാ? കോട്ടയം, കണ്ണൂർ. ഹായ്, യെസ് ഐ ആം വ്ളോഗർ. അപ്പോൾ നമ്മളൊരു മലയാളിനെ കണ്ടുപിട്ടി. കോട്ടയംകാർ എവിടെ പോയാലും മലയാളി ഉണ്ടാവുന്ന പറയുന്ന പോലെ തന്നെ നമ്മളെ കോട്ടയംകാരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ലിഫ്റ്റ് എന്ന് വെച്ച് പരിചയപ്പെട്ടാട്ടോ ഗൈസ്. അപ്പോൾ അവരെ കണ്ടുവെച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അതാ പിന്നെ ചോദിച്ചതൊക്കെ. ഇങ്ങനെ സ്പീഡ് പോകണം അല്ലേ? മറ്റേ ആ ഹോസിൻ്റെ റീൽ കണ്ട പോലെ ആ ഹോസ് ഇങ്ങനെ അടിച്ചു പോകുന്നത് ഗൈസ്. ഇതാ സംഭവം കേട്ടോ നമ്മളെ ഹൈദരാബാദിലുള്ള ഐക്യ ഫർണിച്ചേഴ്സ്. സോ ആക്ച്വലി നല്ലൊരു സെറ്റപ്പിൽ നല്ല തീമിലാട്ടോ ആക്കി വെച്ച്. വൈ ദിസ് എക്സലേറ്റർ നോട്ട് വർക്കിംഗ്? വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞ വർക്കായി. യെസ്, ഷിബിലിയുടെ ഡ്രീം ഹോം എങ്ങനെ വേണമെന്ന് അവൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരും. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവൻ സെലക്ട് ചെയ്യാൻ പോകാൻ. ഡ്രീം ഹോം സെറ്റാണ് ഗൈസ്, ബട്ട് ഡ്രീം ഗേൾ സെറ്റായില്ല. എന്ത് ചെയ്യും ആ കാര്യത്തിൽ? ഡ്രീം ഗേൾ കിട്ടാനുള്ള എനിക്ക് സ്ഥലമുണ്ടോ? ഇതാണല്ലേ സംഭവം. ഇതെന്നാത്? ഇത് മറ്റേ സ്ക്രബാ? സ്ക്രബ് വെച്ചോലുണ്ടല്ലോ. ഇതൊന്നും ഇങ്ങനെ എക്സലേറ്ററിനുള്ളിൽ വെക്കുന്നല്ലേ? ഇതൊന്നാ കായ്ച്ചോ. ഇത് നോക്കിയത് എത്രയാ വിറ്റ്? 99 റുപ്യ. ഇത് കിട്ടുന്ന എടുത്തിട്ട് പോയാലും ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് പോവാ. എടുത്തിങ്ങനെ ചാടാ. ഇത് സംഭവം സെറ്റാ. ഇതെന്നാ ഷോപ്പിംഗ് മാർക്കറ്റ് പോലെയാണല്ലേ? ഇതാ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഷോപ്പിംഗ് കോംപ്ലക്സ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്നാ ക്രിസ്മസ് ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നല്ലേ? നല്ല ഭംഗിയിൽ ക്രിസ്മസിൻ്റെ സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. യെസ്, നാട്ടിലാണ് ഞാനിങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുണ്ടാവില്ല. ഷോപ്പിംഗ് മാർക്കറ്റ്. ഇതെന്നാ കത്രിക. ആ ഇത് റൂമിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഇതൊക്കെ ഫുൾ റൂം ഡെക്കറേഷൻസ്, കളക്ട് സ്റ്റോർ ഡിസ്പ്ലേ. അത് റൂംസൊക്കെ കാര്യങ്ങൾ ഡെക്കറേഷൻ ചെയ്യാൻ അമ്മാതിരി കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. ഇതൊക്കെയാ സംഭവം ഇല്ല എന്നല്ല. നല്ല ഫോട്ടോ എല്ലാം കൊടുത്തിന്. അതിന് നമുക്ക് പെണ്ണുണ്ടാ? കുട്ടികളുടെ റൂമാ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ള റൂമാ. അപ്പം നമുക്ക് പിന്നെ അതിനൊന്നും ഭാഗ്യമില്ല. കിച്ചൺ കുറേ ക്ലോക്ക് കാണുന്നുണ്ട്. എല്ലെങ്കിലേ സമയം ശരിയില്ല, പിന്നെ സമയം കാണിക്കുന്നു. നല്ലൊരു മിററും കണ്ടിട്ടുണ്ടല്ലോ.
സെറ്റപ്പ് ഉണ്ടേ. റൈറ്റ് മൈ ഔട്ട്ഫിറ്റ്. എടാ നല്ല രസമുണ്ടല്ലേ ഔട്ട്ഫിറ്റ്, നല്ല ഉണ്ടല്ലേ ഗൈസ്. ബാ സമയം കളയണ്ട, വാ അടുത്ത റൂം നോക്ക്. ഗൈസ് അവിടെ നല്ല ഫോട്ടോ എടുക്കാട്ടോ, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും അല്ലേ. ഓ സെറ്റപ്പ്. ഇതൊന്നും സോക്കറ്റാ അല്ല, ഇത് സംഭവം കൊള്ളാട്ടോ. അല്ല ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് മിനി സെറ്റപ്പായല്ലേ. തിന്നാൻ കിട്ടും ഇവിടെ എന്തെങ്കിലും ഉണ്ടാ. ബെഡ് അഭിജിത്തിന്റെ ഡ്രീം ബെഡ്. അമ്മച്ചിയിലവിടെ കിടന്നപ്പോഴത്തേക്കും ഇത് നമ്മളെ ഷോപ്പിംഗ്. സുയിച്ചാ എങ്ങനെയുണ്ട്, സുഖാണോ? എന്താ തോന്നുന്നേ? ഇറങ്ങാൻ തോന്നുന്നു. ഇറങ്ങിയാലോ അല്ലേ. വണ്ടി ഓടിച്ച് കൊണ്ടി വരുന്നു അവന്. ഇപ്പാണ് ഒരു സുഖം കിട്ടി ഉറങ്ങാൻ. കിടന്നാലോ 15,000 റുപ്യൻ്റെ സോഫയാ. എൻ്റെ മോനെ 15,000 റുപ്യൻ്റെ സോഫ. ബദിരീങ്ങൾ ഇത് എവിടെയാ വന്നിനി? ദുബൈയിലാ. ഒന്ന് കാണിച്ചാ 15,000 റുപ്യൻ്റെ സോഫ പോലും. 15,000 റുപ്യൻ്റെ എത്ര ഏത്തപ്പഴം കഴിക്കാനല്ലേ. സത്യം 15,000 റുപ്യ ഉണ്ടെങ്കിൽ മാണാലി ട്രിപ്പ് അടിച്ചിട്ടുണ്ടോ ഞാൻ ഈ സമയം കൊണ്ട്. ഈ 15,000 റുപ്യൻ്റെ സോഫ കൊണ്ട് എന്ത് കിട്ടാനാടാ? വേണ്ടാത്ത സുഖം കിട്ടുന്നുണ്ടോ? അടുത്തതിന് 30,000 റുപ്യൻ്റെ സോഫ ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. നമുക്ക് കിടക്കക്കിന് 30,000 റുപ്യ ആയിരിക്കും അല്ലേ. കിടക്കക്കിന് 40,000 റുപ്യ ആയിരിക്കും വില വരുന്നുണ്ടാവും. എൻ്റെ അമ്മ, എന്നാലും 15,000 റുപ്യൻ്റെ സോഫ കുറച്ച് കൂടുതലാണല്ലേ. സോഫക്ക് 15,000 റുപ്യ ആണെങ്കിൽ കിടക്കൊക്കെ എന്തിനായിരിക്കും? അപ്പൊ കിടക്കിന്റെ സംബന്ധം സ്പ്രിംഗ് ബാലൻസ് ആയിരിക്കും അല്ലേ. എൻ്റെ മോനെ അത് ഭയങ്കര നെട്ടിക്കൽ കിടക്കുക ഇപ്പൊ അല്ലേ. അപ്പൊ അതിന് കിടക്കലും അതിന് പ്രൈസ് കിട്ടിയപ്പോ നെട്ടി. കുടുക്ക എന്ത് കുടുക്കേ? കുടുക്ക 1,000 റുപ്യ. നമുക്ക് സാധാരണ ചട്ടി മതി, വീട്ടിലെ മൺചട്ടി കിട്ടും. അത് മതി മോനെ. 100 റുപ്യക്ക് ലാഭമായി. നാട്ടിൽ കണ്ണൂർ നാട്ടിൽ പോയ ബോട്ടാണിക്കൽ ഗാർഡൻ ജെറിനോട് ചോദിച്ചാൽ മതി, എന്നാലും 100 റുപ്യന്റെ ചെടി കിട്ടും. 2,500 രൂപ. അത് കുറച്ച് പ്രൈസ് വെറുത്താൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഡ്യൂപ്ലിക്കേറ്റാ. അത് ഡ്യൂപ്ലിക്കേറ്റ്, അതിൽ കാര്യമില്ല. അത് കുറച്ച് വെറുത്താ. ആ പുലിക്ക് എത്ര ഉണ്ട്? 700 റുപ്യ ഈ പുലിക്കാ. നാട്ടിൽ പോയ 200 റുപ്യ കിട്ടും. പിന്നല്ലേ അടുത്തല്ലേ എന്ത്? അടുത്ത കോമൺ സാധനം 500 റുപ്യക്ക് അല്ല 400 റുപ്യക്ക് അല്ല 400 റുപ്യക്ക് തലയാണ്. എന്തെല്ലാം കോമഡിയാ. ബദിരികൾ ഇത് നാട്ടിൽ വന്ന് വേറെ ഏതോ മൾട്ടിവേഴ്സിലാട്ടോ നമ്മളുള്ളത്. 400 റുപ്യക്ക് തലയാണ് വേറെ ഒന്നല്ലേ. ഈ സൂപ്പർ മാർക്കറ്റിൽ വന്നാലില്ലേ ചീപ്പ് ബഡ്ജറ്റ്. ഇത് ചാർമിനാർ വെച്ചാൽ കമ്പയർ ചെയ്യരുത് കേട്ടാ. അതെന്ത് സാധനം? ഇത് മെഴുകുതിരി. എന്ത് സംഭവം? മെഴുകുതിരിക്ക് എത്ര? 600. അത് കുഴപ്പമില്ല, നമുക്ക് റേറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്യാം. ഇത് മറ്റേ നമ്മളെ നാട്ടിൽ കഴുകുന്ന സാധനമല്ല, അതിനെത്ര പൈസ? ചൈനീസാ? ഇതാ ഇതല്ലേ മിറർ ഓണഫസാ? ഇതല്ല ഇതിന്റെ റേറ്റ് 99 റുപ്യ. 99 റുപ്യക്ക് ലാഭം അല്ലേ. 99 റുപ്യക്ക് പക്കാല. അത് ക്ലോത്ത് അന്ന് അതിൻ്റെ താഴെ ഉണ്ടോ? ഇല്ല. അപ്പം പൈസ കാണുന്നില്ല. അപ്പം അതല്ല. എത്ര പൈസ? 400 റുപ്യ. ഉറപ്പില്ല. വേർ ദർ ഇസ് എ സ്റ്റോറേജ് ഫോർ എവരി വൺ. സംഭവം ഇതെല്ലാം നല്ല സെറ്റപ്പാട്ടോ, നല്ല രസമുണ്ടായി കാണാൻ. ടൈംലെസ് ലെഗസി. അയ്യോ ഇതെന്താ നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ മോനെ. ഇവിടെ മയിൽപീലിയല്ലുണ്ടല്ലോ, ചാർമിനാറ്. സോ ഗൈസ് നമ്മൾ ലുക്ക് ഇതാ. അത് നമ്മൾ കണ്ടില്ലേ ഹൈദരാബാദിൽ. എന്നാൽ എത്രത്തോളം പൈസ കുറഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെന്നുള്ള തെളിവാ. ഇത് ഡൈനിങ് റെസ്റ്റോറൻ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഡൈനിങ് റെസ്റ്റോറൻറ്റാ? നെട്ടിക്കൽ ബിരിയാണി. നെട്ടിക്കൽ ബിരിയാണി റെഡി. നെട്ടിക്കൽ ബിരിയാണി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നെട്ടി. അപ്പൊ പൈസ ആയിട്ട് പൊട്ടും, മേടിക്കണ്ട. ന്യൂ ഹോപ്സ് എ ഫ്രഷ് ബിഗിനിങ്. ചുരുക്കത്തിൽ പറഞ്ഞിട്ട് ഉമ്മാനും പനും കൂട്ടിയിട്ടൊന്നും വരരുത്. പൈസ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റാം. എത്രത്തോളം പൈസ കയ്യിൽ നിന്ന് പോകുന്നല്ല, നമുക്ക് പൈസ എത്രത്തോളം കൂട്ടാൻ പറ്റും മനസ്സിലായി. അതെന്നാന്ന് ഫുട്ബോളാ? കാല് ചവിട്ടി കളിക്കേണ്ട പന്ത് സാധനമാണോ? ആണോ? അല്ലേ
ഇതിൻ്റെ ലൈറ്റാണ്, ബട്ട് ഇതിൻ്റെ പ്രൈസ് 1500. 1500 രൂപയ്ക്ക് ലൈറ്റാ. നമുക്ക് CFL 30 രൂപേൻ്റെ ബൾബ് മതി വീട്ടിൽ കത്തിക്കാൻ. 28,000 രൂപ ബദിരിങ്ങള്. ഇതെന്നാ 28,000? ഇതെന്തിനാ? സെറ്റിനല്ലേ? ഞാൻ വെച്ച് 28,000 രൂപ ഈ ജാറിന്. തലമണ്ടടി ചൊട്ടിക്കണേ. ഇപ്പം നെട്ടണ്ടേനു. ഇപ്പം ശരിക്കും നെട്ടിയില്ലേ? നിന്റെ നെട്ടിയില്ലേ കണ്ടിട്ടാ? 28,000 രൂപ ബില്ല് ചെയ്തോളാം. EMI ഓപ്ഷൻ ഉണ്ടാവില്ലേ? പിന്നെന്തെങ്കിലും ഉണ്ടാവും? ഇന്നെന്തെല്ലാം ഉണ്ട്? ഐക്യയിൽ വന്നാൽ എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വരും. നമ്മളിതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ ചുറ്റുപാടുകളിലൊന്നും പൈസ അല്ല. ഇതൊക്കെയാണ് പൈസ എന്ന് നമുക്ക് അന്നേരം മനസ്സിലാക്കാൻ പറ്റും. അന്നേരം പഠിക്കാനും പറ്റും. ഒരു നല്ലൊരു പാടാട്ടാ. ഇവിടെ ആണെങ്കിൽ ഷോപ്പിംഗ് എത്ര ആൾക്കാരെ ഷോപ്പ് ചെയ്യണമെന്ന് അറിയോ? ലൈക്ക് ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ അതൊക്കെ കാണുമ്പോഴാവും ഇങ്ങനെയും കുറേ ലൈഫ് ഉണ്ട്, അങ്ങനെയും കുറേ ലൈഫ്. ശരിക്കും ഇത്രയും കാലം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ അൽമന ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഷോപ്പ് ചെയ്യുന്നതൊന്നുമല്ല. അതിലും കാണുമ്പോൾ വലിയ പൈസ എന്ന് വെച്ചതാ. ഈടെല്ലാം വരുമ്പോൾ അത് ഷോപ്പിംഗ് എന്താന്ന് തരുന്നത്. പ്ലേറ്റ് എന്നാ? ആ പ്ലേറ്റിൻ്റെ ഏത്? 2 മീശയും അതിന് 9,000 രൂപ. ഈ പ്ലേറ്റ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് ഞാൻ എൻ്റെ വീട്ടിലെ വെള്ള പ്ലേറ്റിൽ മറ്റേ ബ്ലൂ മാർക്കർ കൊണ്ട് വരക്കേണ്ട സംഭവം. അതിന് 900 രൂപ പോലും. എന്തിവർക്ക് തലക്ക് സുഖില്ലെന്ന് തോന്നട്ടാ. 1000 രൂപയ്ക്കല്ലേ പ്ലേറ്റ് വരച്ചിട്ടുണ്ടാക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരക്കും. എന്നിട്ട് ഉമ്മ അടിക്കലാണ്. പ്ലേറ്റിലാണ് വരച്ചു വെച്ചതെന്ന് പറഞ്ഞിട്ട്. ഇതില്ലേ, ഇത് ഫുൾ തട്ടിപ്പാ. ഐക്യ ഫുൾ തട്ടിപ്പാ. സാധാരണ സാധനത്തിൽ തട്ടിപ്പുണ്ടാക്കിയിട്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇരിക്കാനുള്ള കസേരൻ്റെ റേറ്റ് നോക്കാം. ഇവിടെ വന്ന റേറ്റ് ഒന്നും അല്ല നമുക്ക് ഇപ്പം തിരിയുന്നല്ലേ. 850 രൂപയ്ക്ക് ഇതാ ഈ കസേര കിട്ടും. ഇത് നമുക്ക് കുറച്ച് ലാഭം തോന്നുന്നുണ്ട്. 850 രൂപയ്ക്ക് ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് കുണ്ടിക്ക് ഒരു കുഷ്യൻ കിട്ടാൻ വേണ്ടിയിട്ട് 4000 രൂപ. അല്ലാ, കുഷ്യൻ എടുക്കാനും പറ്റുക ബാതിരി നിങ്ങളെ. എന്തെല്ലാം അതല്ലേ അസ്തഗ്ഫിറുല്ലാ. ഈ ഒരു സാധനത്തിന് 6000 രൂപ, 7,000 രൂപ. എന്തൊക്കെ ഈ കൊച്ചു ഹൈദരാബാദിൽ നടക്കുന്നടാ. ചേറിന് ഇതിനല്ലേ 7,000 രൂപ പോലും. ഇത് നമുക്ക് പറ്റിയ സ്ഥലമല്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എടേ 19,000 രൂപ. നിങ്ങളെന്ത് ഈ കാണുന്ന നോക്കിയാ? ഇതൊക്കെ ഈ ഒരു ഇരിക്കാൻ കുശിലുണ്ട്, ഈ ഒരു ചെയറുണ്ട്. ഇതിന് 19,000 രൂപ. വില ഭയങ്കര കുറവായി പോയി തോന്നല്ലേ? കുറച്ചും കൂടി കുറയ്ക്കാനല്ലേ? ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോക്കെ? ഇനി സമയം ഇപ്പോൾ 9:05, പക്ഷേ ഇവിടെ 10:10. തെറ്റായ സമയം. സമയം ശരിയില്ല. സമയം തീരെ ശരിയില്ല. നമ്മളെ സമയം തീരെ ശരിയില്ലാത്ത എന്തെല്ലാന്നല്ലോ ഈടെ അവസ്ഥ തന്നെ കേട്ടോ. ഒന്നും പറയുന്നില്ല. ഈടെ എനിക്കൊന്ന് കൂടുതൽ ആൾക്കാരില്ലേ പട്ടിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് സാധനം മേടിക്കാൻ വരുന്നതാ തോന്നട്ടാ. ആരും ഒന്നും മേടിക്കുന്നൊന്നുമില്ല. വരുന്നത് നമ്മളെപ്പോലെ ഇങ്ങനെ കാണാൻ വരുന്നു. ആരും ഒന്നും മേടിക്കുന്നൊന്നുമില്ല കേട്ടാ. ഇത് ഇവിടെ വെറുതെ സ്റ്റോക്കിന് കിട്ടിയാന്നാ തോന്നുന്നു എനിക്ക്. 10,000 രൂപയ്ക്ക് ഡെസ്കാ. അടുത്ത സാധനം 10,000 രൂപയ്ക്ക് ഡെസ്ക്. ഈ കാണുന്ന ഡെസ്കിന് 10,000 രൂപ വരും. ഇങ്ങനെ പോയാൽ നമുക്ക് വീടല്ല എടുക്കാം. നമുക്കൊരു ഫൗണ്ടേഷൻ തന്നെ എടുക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ EMI ഓപ്ഷൻ എന്തായാലും അവൈലബിൾ ആട്ടാ. ആരും മറക്കണ്ട. ഇനി ഗെയിമിംഗ് സെറ്റപ്പ് എടാ സംഭവം. ഇത് കണ്ടോ മച്ചാനെ? ഇത് പൊളിയാട്ടാ. ഇത് പൊളി. നീ കളിക്കണ്ട, എനിക്ക് കളിക്കാൻ അറിയില്ല. വേഗം വിട്ടോ, വീട്ടിൽ പോയിക്കോ. അതേപോലെ തന്നെ വിട്ടോ വേഗം വിട്ടോ. സാർ ഗൈസ്, ഈ ഗെയിമിംഗ് സെറ്റപ്പിനുണ്ടോ? പൊളിയാണ്. ഇത് പൊളിയാണേ. ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്, പിന്നെ വർക്ക് ചെയ്യാത്തൊരു ലാപ്പ് ഉണ്ട്. എല്ലാം കൂടിയിട്ട് എത്ര? 19,000 രൂപ, 12,000 രൂപ കാണുന്നത്. ഇത് പിന്നെയും കുറച്ച് വെറുത്താൻ തോന്നും. കീബോർഡ് അതന്നെ, വർക്ക് ചെയ്യാത്ത ലാപ്ടോപ്പ്. ഇത് പിന്നെ ലാഭാ. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. നോക്കുമ്പോൾ ചീസ് കേക്ക് എന്താ സംഭവം ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ചീസ് കേക്കിന് തന്നെ ഉണ്ട് ഇവിടെ 200 രൂപ വരും. ആൾക്കൊന്ന് ആ ഒരു പൈസ ഹൈദരാബാദിലാണ് വെച്ചാൽ വയറ് നിറച്ചിട്ട് വയറെക്കാം. ഒരു ചീസ് കേക്ക് ആകെ ഇത്ര പീസ് ഉണ്ടാകുമ്പോൾ പറഞ്ഞേ. അതിന് തന്നെ 220 രൂപ വരും ഇടാം. ഒരു ചീസ് കേക്ക് നിങ്ങളെ ഓപ്ഷൻ എന്താ? നിങ്ങൾ കഴിക്കോ? 200 രൂപ കൊടുത്തിട്ട് നിങ്ങൾ കഴിക്കോ? ആ ഒരു 200 രൂപയ്ക്ക് എന്തെല്ലാം കഴിക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു മന്തി അടിക്കാം നമ്മളെ നാട്ടിൽ, ക്വാർട്ടർ മന്തി കിട്ടും. വെറും 22,000 രൂപ. 22,000 രൂപ വേണ്ടി ഈ സോങ്സി ആൻഡ് എന്ന് പറഞ്ഞ ബെഡ് വാങ്ങാം. ആകെ ഒരു സ്പ്രിങ് മാട്രസ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. 22,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ബെഡ് വാങ്ങാം. ഇതിനെത്ര? 14,000 രൂപ. ഒന്നും വ്യത്യാസമില്ല. ജസ്റ്റ് ഇതാ ഇങ്ങനെ കുലുങ്ങുന്ന ആടി കളിക്കുന്ന പോലെ ആടി കളിക്കാം. അതിന് 22,000 രൂപ. ഇവിടുന്ന് സത്യത്തിൽ വരരുത് കേട്ടാ. ഇവിടുന്ന് വന്നാൽ നമുക്ക് പൈസ ലാഭിക്കാനല്ല അടിക്കാം, പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി കാണും. ഒരു മോട്ടിവേഷൻ ആട്ടോ. ഇതെല്ലാം കാണുമ്പോൾ ഇങ്ങനെല്ലാം ഒരു സാധനം ഉണ്ട്, ഇതെല്ലാം ഇങ്ങനെല്ലാം ഉണ്ട്,
ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ അറിയണം, ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ജീവിതോടെ ഉണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. 13,000 റുപ്യേൻ്റെ ചെയറും ഇതെല്ലാം ആരുടെ വാങ്ങാം? ഗൈസ്, ഐക്യയിൽ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം, എന്തായാലും അറിയിക്കണം. കാരണം നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങൾ പറയണേ. വീട്ടിൽ പ്രൈസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. പക്ഷെ നമുക്ക് മുതലാവില്ല. നമ്മൾ പോക്കറ്റ് കാലിയാവാൻ വേണ്ടിയിട്ട് ഏറ്റവും വരേണ്ട സ്ഥലമാണ് ഈ കാണുന്ന ഐക്യ ഫർണിച്ചേഴ്സ്. നിങ്ങൾക്ക് എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാന്ന് മനസ്സ് തുറന്ന് പറയാൻ പറ്റും ഇക്കാര്യത്തിൽ. കേട്ടോ അവിടെ ഈടെ ഈ സംഭവമില്ലേ, കൂടുതൽ ആളും എന്തോ ഒരു കാര്യം പോലെ ഇവിടെ വരുന്നത് ഇങ്ങനെ കാണുന്നു പോകുന്നില്ല. ആരും ഒന്നും പർച്ചേസും ചെയ്യുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിടാ അത്രയും റിച്ച് ടീംസേ വണ്ടി പർച്ചേസ് ചെയ്യും. അവർ പ്രീ ബുക്ക് ഓൾറെഡി ചെയ്യും, അവരുടെ വരുമൊന്നും ചെയ്യില്ല. അവരിപ്പോൾ നടന്മാരായിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, എംപ്ലോയീസ് അല്ല, ബിസിനസ് ടീംസ്, അങ്ങനത്തെ കാര്യങ്ങൾ അവർ ഓൾറെഡി ഓൺലൈനിൽ നോക്കിയിട്ടായിരിക്കും ബുക്ക് ചെയ്ത് നോക്കല്ലാണ്ട് അവരിവിടെ വന്ന് നോക്കി അതിനായിട്ട് സമയം കളയാൻ പോകുന്നൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇവിടെ വന്ന് ഇതൊക്കെ വാങ്ങിച്ച് നോക്കുന്നത്, അല്ലാണ്ട് ഇതൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആസ് എ മിഡിൽ ക്ലാസ് എനിക്ക് തോന്നി ഇതെന്തായാലും നടക്കൂല. ചിൽഡ്രൻസ് ഏരിയ കുഴപ്പമില്ല അല്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. 4 റുപ്യ 2 റുപ്യ അറേഞ്ചിലല്ലേ. എന്ത് അതെന്താ സാധനം ഇതെന്താ ഇത് കാണും നിങ്ങൾക്ക് നീ തോന്നുന്നുണ്ടോ? എടുത്തോടുത്ത് വിട്ടോ അധികം നിന്നല്ലേ ആൾക്കാർ സംശയിക്കും. ഇത് നമ്മളെ ലുലു മാൾ സെറ്റപ്പ് അല്ലേ? എന്താ പട്ടിയല്ലേ? നമുക്കൊരു പാമ്പിനെ കാണാം. എൻ്റെ മോനെ പാമ്പ്, പാമ്പ് കൈസ്, പാമ്പ്. എടാ പാമ്പ് വലിയ പാമ്പാ, എനക്കൊണ്ടിയാ പിടിച്ചങ്ങ് ഗ്രില്ല് ചെയ്താലോ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി അനക്കൊണ്ട് ഗ്രില്ല് ചെയ്യാൻ പോന്നു. അടാട് പാമ്പേ. പിള്ളേർക്കുള്ളതാ. അതാ വേറൊരുത്തനാണെന്ന് കളിക്കുന്നതാ. ആടിയതാ വേറൊരുത്തൻ. ഇതെന്താ സാധനം? ശശി, നാട്ടിലെ ശശി. ഇത് ശശി, അത് സോമൻ. അടി ഇത് നമ്മള് മറ്റേ മീന്ന് പൊരിച്ചിരുന്ന സാധനമല്ലടാ. ഒക്ടോപ്പസ്. എന്തിൻ്റെ പേര്? നീരാവി അല്ലേ? നീരാവില്ലാതെ ഇങ്ങനെ കിടക്കണേ. കരടി. ഇത് നിന്റെ വർഗത്തിൽ പെട്ടത്. ഇപ്പൊ ക്യാമറ എടുക്കുന്നത് ഒരാളാണ്. ഷാർക്ക്. എടാ ഇത് നമ്മളെ ഏരിയ കേട്ടാ, ഇത് നമ്മളെ ഏരിയ. നമുക്ക് പറ്റിയ എല്ലാം ഉണ്ട്. എത്രയാ പാണ്ടാസ്, എത്രയാ ഷാർക്ക്, സംഭവം കേട്ടാ. ഇതെങ്ങനെ ആണാണോ പെണ്ണാണെന്ന് തിരിയോ അല്ലേ? ആണ് ഉറപ്പാണല്ലേ? എല്ലാണ്ടും ആണാണോ പെണ്ണാണോ നോക്കാൻ പറ്റുമോ? ഗേൾസ് ഇല്ല അല്ലേ? അതവര് ടൈഗർ കാണുന്നുണ്ടല്ലോ, അത് പെണ്ണല്ലേ? അല്ല ആണാന്നല്ലേ? ആണാന്ന് വെച്ചേ, ആണോ പെണ്ണ? ബാക്കിലുണ്ടാ നോക്കീനാ? അല്ല സ്ഥലക്കാലിക്കോ അധികം നിൽക്കണ്ട, അടി വാങ്ങും നാട്ടുകാർ. അല്ല നമ്മളെ ലാംഗ്വേജ് മനസ്സിലാത്തോണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ധൈര്യത്തിലൊന്നും വിളിച്ചറിയാല്ലേ. ഇങ്ങനത്തെ ഒന്നും പിന്നെ ഇവിടെ കുഴപ്പമില്ല. ആർക്കൊന്നും പറയുന്നൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഈ മലയാളത്തിൽ ചക്ക മാങ്ങ തേങ്ങ എന്ന് പറയുമ്പോൾ ഇവർ ജയിക്കണ്ട എന്തോ പ്രൊഫഷണലായിട്ട് ചങ്ങായി പറയാം, വ്ളോഗറൊക്കെ അല്ലേ, എന്തോ വലിയ കാര്യങ്ങളായിരിക്കും. അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് ഏരിയ മോനെ മാറിക്ക് അടഞ്ഞു പോകല്ലേ. അങ്ങനെ ചിൽഡ്രൻസ് ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ എവിടെയാ? ഐക്യൻ്റെ ഉള്ളിലുള്ള ഓരോരോ സ്വീഡിഷ് റെസ്റ്റോറൻറ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെത്തിട്ടോ. റെസ്റ്റോറൻറ്റ് സെറ്റപ്പാട്ടാ, ഒന്നും പറയില്ല. നമുക്കിടുത്ത് വാഷ്റൂം എങ്ങനെ ഉണ്ട് നോക്കാം. വാഷ്റൂം കാര്യങ്ങൾ എങ്ങനെ, എത്രത്തോളം അടിപൊളിയാണ്, എത്രത്തോളം. എടാ വാഷ്റൂം ഇതെന്ത് സംഭവം? ഇത് ഡ്രിങ്കിങ് വാട്ടർ. എങ്ങനെ വരാ? വെള്ളം വരുന്നില്ല. ഇതിൻ്റെ സിസ്റ്റം ഇങ്ങനെ തോന്നട്ടാ. അതെങ്ങനെയാ? ഒന്നും വരുന്നില്ലേ? ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. ഉച്ചയിന് ആ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം സെറ്റപ്പാണ്, ഞാൻ ഒന്നും പറയല്ലേ. നല്ല മൊഞ്ചും പറക്കുന്നുണ്ട്. ഇതെന്നാ വെള്ളം വരാത്തേ? സെൻസറാവോ? അണ്ടി ഇതൊന്നും വരുന്നില്ല. എന്നാ ഇതും വരുന്നില്ല. ഈടിയാന്നല്ലേ പാൻ തരുന്നേ.
ഇതിനല്ല ഇമാതിരി പണിയുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. നാട് വിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ച് ചൊറകളാണ് അല്ലേ, ഇങ്ങനെല്ലാം പഠിക്കണം. സംഭവം ഇവിടെ 90 റുപ്യക്ക് കോഫി ഉണ്ടായെങ്കിൽ നമുക്ക് ഒതുക്കാം. പക്ഷേ 90 റുപ്യയിൽ നമുക്ക് അൺലിമിറ്റഡ് കോഫി കിട്ടുമെന്ന് ഇവൻ പറയുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് കോഫി കുടിക്കാം കേട്ടോ. കോഫിക്ക് ഒരു ലിമിറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. അൺലിമിറ്റഡ് കോഫീസ് ജസ്റ്റ് 90 റുപ്യ മാത്രം. അത് മാത്രമേ ബഡ്ജറ്റ് ഫ്രീ. എടുത്ത സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വീഡിഷ് റെസ്റ്റോറൻ്റ് എന്നല്ല ഇവൻ പറയുന്നത്. എനിക്കത് സംഭവം തിരിയുന്നില്ല. ഇവിടെ നിങ്ങളൊരു മാർക്കറ്റ് പോലെ സാധനം പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലെല്ലാം കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ ആ സാധനം പോലെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ ചെയർ ഉണ്ടാവും, നമ്മൾ മുകളിൽ കയറി ഇരുന്ന് കഴിക്കുന്ന പോലെ ഇരിക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇത് വലിയ സംഭവം സെറ്റപ്പ് ആക്കിയിട്ടെല്ലാം കാണുന്നത്. അത്രയേ ഉള്ളൂ. നമുക്കെന്താ ഇതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ട് പിടിക്കാം. വാ, അതാ നല്ലേ. വാ നമുക്ക് തിരിക്കാം. വാ കഴിക്കാം. കോഫീനേക്കാൾ നല്ലത് നമുക്ക് അഭിജിത്തെ നമുക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമല്ല ഇത്. നമുക്ക് പറ്റിയ നാടൻ തട്ടേടുന്ന ഒരു പൊറോട്ടയും ബീഫ് അത് കിട്ടുന്നൊരു സുഖം ഈ ഒരു റെസ്റ്റോറൻറ്റ് കഴിച്ചാൽ കിട്ടൂല. അല്ലാണ്ട് നമ്മളെ കൊണ്ട് കയറാനും പോകാനും പൈസ ചിലവാക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് അത്രേ ഉള്ളൂ. നമുക്ക് നല്ല നാടൻ ഫുഡ് അടിക്കാം. അതല്ലേ നമ്മളെന്തായാലും ഐക്യ റെസ്റ്റോറൻറ്റ് വിട പറയുകയാണ്. ഇനി ഇവിടെ നിന്നാൽ പോക്കറ്റ് കാലി എന്ന വഴി അറിയില്ല. കാരണം അമ്മാതിരി തീ പിടിച്ച വിലയാണ്. ഇതൊന്നും നമുക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് മനസ്സിലായിട്ട് നമ്മളിവിടെ ഇറങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നമ്മൾ വീഡിയോ സൈൻ ഓഫ് ചെയ്യും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം ഡിഗ്ഗി.